പലപ്പോഴും ഒരു നടൻ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ അത് കാര്യമായിട്ട് എടുക്കാറുമില്ല ആക്ടർ. അത് പലപ്പോഴും പല ആക്ടേഴ്സും അത് അവഗണിക്കുകയും ചെയ്യും. അങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? പ്രധാനപ്പെട്ട കൺസേൺ വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ മാത്രം ബാധ്യതയാണ്. നമ്മളായി തന്നെ നമുക്ക് 1, 2, 3 സിനിമകളിലേ പറ്റുള്ളൂ. പക്ഷേ നമ്മളായി തന്നെ നിൽക്കുന്നത് കൊണ്ട് ഗുണം ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകളുണ്ട്. അവരുടെ ആ സ്റ്റൈൽ കൊണ്ട് തന്നെ, ഇപ്പം രജനികാന്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ കൊണ്ട് തന്നെ എത്രയോ കാലം നിൽക്കുക, അതൊക്കെ അത്ഭുതമാണ്. മറിച്ച് ക്യാരക്ടർ റോൾസിലേക്ക് മാറുന്ന സൂപ്പർ സ്റ്റാറുകൾ, ഇപ്പം മമ്മൂക്ക ചെയ്തിട്ടുള്ള കളങ്കാവൽ മമ്മൂക്ക തന്നെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരാളെ വേറൊരു സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. പൊന്തന്മാട് നമ്മൾ കണ്ടു, വിധേയൻ നമ്മൾ കണ്ടു, സൂര്യമാനസം നമ്മൾ കണ്ടു, അബ്കാരി എന്നൊരു സിനിമ നമ്മൾ കണ്ടു, മൃഗയ കണ്ടു, ഓഫ് കോഴ്സ് വടക്കൻ വീരഗാഥ നമ്മൾ കണ്ടു, ന്യൂഡൽഹി നമ്മൾ കണ്ടു, നിറക്കൂട്ട് നമ്മൾ കണ്ടു, എത്രയോ സിനിമകൾ ഇപ്പം പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെയാണ്. പക്ഷേ അദ്ദേഹം അവിടെ വേറൊരു പരിപാടി, അതായത് ഞാൻ അവിടെ ചെന്നിരുന്നാൽ, അല്ലെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ കാണുന്നു, എന്നിൽ നിന്ന് എനിക്ക് രക്ഷയൊന്നുമില്ല. അപ്പം ആ ഒരു ഹോംവർക്ക് പ്രധാനമാണ്. അത് വേറെ ആരുടെ ഉത്തരവാദിത്തമല്ല, വേറെ ആരും ഇത് ശ്രദ്ധിച്ചോളൊന്നുമില്ല.